ലില്ലിപ്പൂക്കൾ, ലില്ലിപ്പൂവല്ല വാടാമുല്ലയാ. കണ്ടപ്പോ ഒരു ഭംഗിയരേ. ഇതന്നെ ഇതൊക്കെ എടുത്തോണ്ട് തന്നെ. ഇത് സ്പെഷ്യൽ പഴ. ആ പാളയംകുടനല്ല, ഞാലിപ്പൂവനല്ല, കണ്ണനല്ല. പ്രത്യേകതയുണ്ട്. ഇത് പറയാമോ? കണ്ണനല്ല അല്ലേ? അല്ല, കണ്ണന്റെ ഒരു ലുക്കാണ്. കണ്ണന്റെ ലുക്കുണ്ട്. ഞാൻ ഇങ്ങനെ പെടല കാണിക്കാം. പറയാൻ പറ്റുമോ നോക്കി. മൊറവും പഴവും ഒരേ കളറായി പോയി. നീലമുറ എടുത്തപ്പോഴേ നീലമുറത്തിൽ ഇത് രണ്ടും കൂടെ വെക്കാൻ പറ്റില്ല. ഇതിപ്പോ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാനുള്ളതുണ്ട്. പിന്നെ ഇഷ്ടം പോലെ പേരക്ക ഇരിപ്പുണ്ട്. എല്ലാം അരിഞ്ഞ് കസ്റ്റാർഡ് ഇല്ലാതെ കഴിക്കാൻ. 4 പെടലേ ഉണ്ടായിരുന്നു. 2 പെടല തിന്ന് തീർത്തു. 2 രീതിയിലാണ് തന്നത്. പഴുത്തതും ഉണ്ടായിരുന്ന, പച്ച ഉണ്ടായിരുന്നു. പച്ച പഴുത്തു വന്നതാ ഇപ്പൊ. അതായത് തിരുമറിയൂർ ചെന്നപ്പോ എന്റെ വീട്ടിൽ നിന്ന് ചുണ്ടില്ലാക്കണ്ണമ്പഴം കൊണ്ടുവന്നതാ. ചുണ്ടില്ലാക്കണ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ മേലെ. ചുണ്ടില്ല, വാഴക്കൂമ്പില്ല അതിന്. അപ്പൊ അതിന് അത് ഉണ്ടാവേണ്ട സമയമാകുമ്പോ ഉണ്ടാവൂലേ? വാഴക്കൊല ഉണ്ടാവൂന്നേ. കൊലയുണ്ടാവും, മറ്റത്തെ കൊടപ്പനില്ലെന്നാ. അതാ ചോദിച്ച, കൊടപ്പൻ ഉണ്ടാവൂലേ? അപ്പൊ ഓടിക്കാൻ പറ്റൂല. പറ്റൂല. അല്ല, ഇവിടെ ആ വാഴ ഇല്ല. വെട്ടിക്കാട്ടുമുക്കിന്ന് പണ്ട് കൊണ്ടുവന്ന് വെച്ച് പിടിച്ച് ഇതായതാ. പക്ഷെ അത് എന്താണോ വേനക്കത് പോയി. കൊടപ്പൻ മുഴുവൻ വിടുന്നു പോകുന്നു. അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത. ഞാനിതിന്റെ കൊല അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ഭയങ്കര സോഫ്റ്റാ. കൊടപ്പൻ വിടുന്നു താഴെ വരെ ചോദിക്ക വിടുന്നു പോവൂന്ന്. ഞാനത് കണ്ടിട്ടില്ല. വിടുന്നങ്ങ് അല്ലി അല്ലി വിട്ടു പോരൂന്ന്. എപ്പോഴെങ്കിലും നമുക്കിവിടെ ഉണ്ടാവുകയാണെങ്കിൽ കാണിക്കാം, കാണാത്തവർക്കായി കാണിക്കാം. അല്ല, അവിടെ നോബിക്കും ഉണ്ട്, അച്ഛൻ്റെ അടുത്തും ഉണ്ട്. അവിടെ ചെല്ലുമ്പോ കൊലച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരെണ്ണം കഴിക്കാനൊരെണ്ണം എടുത്തോ. നിനക്ക് വേണോ അപ്പേ? എന്നാ എടുത്തു. എനിക്ക് കഴിക്കാനാ. മുഴുത്തും വേണ്ട, ചെറുത് മതി. ഭയങ്കര സോഫ്റ്റാ. കൊണ്ടോട്ടെ എന്നാ ഞാൻ അടച്ചോളാം. അപ്പം അങ്ങനെ അടച്ചാൽ പോരാ. മറ്റേ വാതില് ഇത് വെച്ച് അടയ്ക്കണം. കാരണം ഒരു കയ്യിൽ ഫോൺ പിടിച്ചേക്കണോണ്ട് കേട്ടോ പുളിക്കാൻ ഇച്ചിരി പാട്. എന്നാലും കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴമാണ്. അതാണ് ചുണ്ടില്ലാക്കണ്ണൻ്റെ പ്രത്യേകത. നല്ല സ്വീറ്റും ആയിരുന്നു. ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്കാൻ അടിപൊളിയാണ്. അപ്പയ്ക്ക് വേണ്ടി ഞാൻ മേടിച്ചത് നട്ടീസാണ്. അപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാഡ്ബറി നട്ടീസ്. ഇത് നീ നിന്റെ ചെറുപ്പത്തിൽ എന്തോരം തിന്നിട്ടുണ്ടെന്ന് നിനക്ക് വല്ല വെളിവും ഉണ്ടോ? എനിക്ക് ഓർമ്മയില്ല ഞാനിത് തിന്നതായിട്ട്. ഇഷ്ടം പോലെ മേടിക്കാറുണ്ട്. അമ്മ പറയാ, അമ്മയെ ഏറ്റവും കൂടുതൽ തിന്നേക്കണ. അല്ല, ഇതിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് 1 ഡസനായത്. അപ്പൊ ഈ 1 ഡസൻ മിഠായി കിട്ടുന്ന കാഡ്ബറി അങ്ങനെയുള്ളത് കുറവാ. കാഡ്ബറി എല്ലാം വലിയ സ്ലാബ്സാ. അപ്പൊ അത് 30 രൂപ, 40 രൂപ, 50 രൂപ ഒക്കെ ഉള്ള വലിയ സ്ലാബ്സാ. ഇതിനകത്ത് ഈ മറ്റേ ചെറിയ ചോക്ലേറ്റിന്റെ ബോൾസ് ആണ്. 12 എണ്ണം. തന്നെയല്ല, നല്ല പാക്കിംഗ് ആണ്. ഇങ്ങനെ തന്നെയായിരുന്നു പണ്ടും ഇതിന്റെ പാക്കിങ്. ഒരു എലഗൻ പാക്കിംഗ് ആണ്. കാരണം അവർക്ക് കുറെ തിന്നാനുണ്ടാവും. കാഡ്ബറിയുടെ അങ്ങനെ കുറെ തിന്നാനുണ്ടാവുന്ന തരം മിഠായികൾ ലോവർ ലെവലിലുള്ളവർ വളരെ കുറവാണ്. പക്ഷെ ഇത് ഒരു നല്ല സ്റ്റഫുമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്റ്റഫുമാണത്. 45 രൂപയാണ്. 50 രൂപയാണ് വില. പക്ഷെ 45 രൂപയാണ് അവർ സ്പെഷ്യൽ റേറ്റ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ഇത് കണ്ട, അതിൻ്റെ ഗോൾഡൻ ഇത് വെച്ചിരിക്കുന്ന ലേബലിങ് വളരെ മനോഹരമായിരിക്കുന്നു. പണ്ട് മുതലേ എനിക്കത് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. നീയൊക്കെ കുഞ്ഞായിരിക്കുമ്പോ ഇഷ്ടം പോലെ മേടിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നില്ല. വളരെ ടേസ്റ്റിയാണ്. ഇത് ട്രാൻസ്പെറന്റ് അല്ലേ? ട്രാൻസ്പെറന്റ് അല്ലല്ല, മിഠായി ട്രാൻസ്പെറന്റ് അല്ല, പാക്കറ്റ് കവർ ട്രാൻസ്പെറന്റ്. 12 എണ്ണേ ഉള്ളൂ, ചെറുതാ. അതാണ് 45 രൂപ. 4 48, ഒരെണ്ണത്തിന് 4 രൂപ. ഒരെണ്ണത്തിന് 4 രൂപ ഉണ്ടല്ലേ? നല്ലൊരു റിച്ച്നെസ് ഉണ്ട് അതിന്റെ ടേസ്റ്റിന്. ഞാൻ കഴിച്ചോളാം.